ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിന് ഇപ്പോൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും നല്ലൊരു പ്രവർത്തനം ഗ്രൗണ്ട് ലെവലിൽ ഗ്രാസ് റൂട്ടിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോസ്റ്ററും ഫ്ലെക്സും ബാനറും ഒക്കെ തൽക്കാലം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു പരിമിതിയും അതുപോലെ തന്നെ ഞങ്ങൾ വീട് വെക്കണമെന്ന് കുറേ വീടുകൾ വെക്കണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. ഓൾറെഡി 50 വീടുകളും ചെയ്തു, ഈ 100 വീടുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പെട്ടെന്ന് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ പൊതുവേ തെരഞ്ഞെടുപ്പിന് രീതി കാണുന്നുണ്ടല്ലോ, വലിയ രീതിയിലുള്ള വാഹനത്തിലുള്ള പ്രചരണം, സ്ഥാനാർത്ഥി പ്രചരണമുണ്ട്. സ്ഥാനാർത്ഥി പ്രചരണം 4 പഞ്ചായത്ത് കഴിഞ്ഞു. അല്ല, അങ്ങനെയല്ല, ഈ ഫ്ലെക്സുകൾ ഇല്ലാണ്ട് അതൊരു വെറൈറ്റി ആയിരുന്നില്ല. അപ്പോൾ പൊതുവെ ഞങ്ങളിപ്പോൾ പറയാണ് അത് ചാണ്ടി ഉമ്മൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്, അങ്ങനെ പ്രചരണങ്ങളൊന്നും ഇല്ലാതെ പോസ്റ്ററുകളൊന്നും ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതി. പ്രചരണം ഇല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രചരണമുണ്ട്, പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞ നഷ്ടമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിവിടെ 2.5 വർഷം നടത്തിയ പ്രവർത്തനം ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്. അപ്പം അതിനകത്ത് ജനമനസ്സിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്, അല്ലാതെ ഫ്ലെക്സിൽ മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.